ഹലോ എല്ലാവർക്കും നമസ്കാരം. കുറേ നാളായി കണ്ടിട്ട്. എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ, അതായത് കോസ്മെറ്റിക്സിൻ്റെ ഈ സോപ്പ് ഇങ്ങനത്തുള്ള ഐറ്റംസിൻ്റെയൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ക്ലാസ്സിന് പോകുന്നുണ്ട് തന്നെ സമയം കുറവാണ്. അപ്പം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് നമുക്ക് ഈ കൊറിയറൊക്കെ അയക്കാനുണ്ടാവും. അതായത് സോപ്പ് ബേസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ സാധനങ്ങൾക്കൊക്കെ അയക്കാനുള്ളതുകൊണ്ട് തന്നെ സമയം കുറച്ച് കുറവായതുകൊണ്ട് തന്നെ വീഡിയോസൊന്നും എടുക്കാറില്ല ഇപ്പം. അപ്പോൾ എടുത്ത ഒരു ഇടയ്ക്ക് സോപ്പിൻ്റെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും. അപ്പം എഡിറ്റ് ചെയ്തതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്തിടാത്തത്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇനി കുറേ വെറൈറ്റി സോപ്പുകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. എന്താണെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ഒക്കെ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 200 ഗ്രാം സോപ്പ് ബേസ്, അതായത് ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം ഗോട്ട് മിൽക്കോ ഷിയ ബട്ടറോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഓയിൽ വെച്ചിട്ടാണ് ചെയ്യണത്. ഞാനിത് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഗോട്ട് മിൽക്കിൻ്റെ ബേസ് പെട്ടെന്ന് തന്നെ മെൽറ്റായി നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇത് ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഡബിൾ ബോയിലൊക്കെ ചെയ്ത് എടുക്കാം. ഞാൻ ഇപ്പോൾ ഇതുപോലത്തെ ഈ ഒരു ടൈപ്പ് കപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും. ഒന്നെങ്കിൽ സ്റ്റീൽ, അല്ലെങ്കിൽ നമ്മുടെ പൊട്ടുന്ന ഗ്ലാസ് ടൈപ്പില്ലേ, അങ്ങനത്തെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനത്തെ കുറേ ടൈം എടുക്കും. പക്ഷേ ഗോട്ട് മിൽക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് അലത്ത് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ സാധാ ഗ്ലിസറിൻ ബേസ് ആണെങ്കിൽ പെട്ടെന്ന് വരില്ല, കുറേ സമയം എടുക്കും കേട്ടോ. എനിക്ക് കുറേ 2-3 പ്രാവശ്യം ഇങ്ങനെ പറ്റിയിട്ടുണ്ട് വെച്ചിട്ട്. അപ്പം ഇതുണ്ട്, ഇതുപോലെ ഇങ്ങനെ പാലായിട്ട് ഇങ്ങനെ വരും ഗോട്ട് മിൽക്കിൻ്റെ ബേസ് കേട്ടോ. അപ്പോൾ ഈ ഗോട്ട് മിൽക്ക് നമുക്ക് ഓയിലി ആയിട്ടുള്ള സ്കിന്നുകാർക്കൊക്കെ നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു സോപ്പ് നല്ലതാണ്. അതുപോലെ തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിതുണ്ടോ നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല പാല് പോലെ കിടക്കുന്നുണ്ടോ. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഓയിലുകളാണ്. നിങ്ങളുടെ കയ്യിലിപ്പം നല്ല ഓയിൽ, അതായത് ക്യാരറ്റ് ഓയിലോ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഓയിൽസ് ഉണ്ടാവുമല്ലോ, സ്കിൻ കെയർ ഓയിൽസൊക്കെ, അങ്ങനെയുള്ള ഓയിൽസുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ക്യാരറ്റ് ഓയിലോ ബീട്രൂട്ട് ഓയിലോ അതുപോലെ തന്നെ സ്കിൻ കെയർ കൂട്ടൊക്കെ അങ്ങനെ ചെയ്യുന്ന ഓയിൽസൊക്കെ ഉണ്ട്. ഒത്തിരി പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഓയിൽ ചേർക്കാം. ഇല്ലെങ്കിൽ നാൽപ്പാമരാതിയോ അങ്ങനെയുള്ള ഓയിലുകളുണ്ടല്ലോ, നാൽപ്പാമരാതി കേരം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഓയിലുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഏത് ഓയിലാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് ആഡ് ചെയ്യാം. അപ്പം നമ്മൾക്ക് 1 കിലോയ്ക്ക് 1 കിലോ നിങ്ങൾ ഓയിൽ എടുക്കുക, അല്ല 1 കിലോ ബേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വെറും 10 ml മാത്രം, അല്ലെങ്കിൽ 20 ml മാത്രം, നല്ല ബേസ് പ്രീമിയം ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ കേട്ടോ 20 ml ഒക്കെ അത്രയൊക്കെ എടുക്കാവുള്ളൂ, അതിൽ കൂടുതൽ എടുക്കരുത്. ഇപ്പം ഞാൻ നമ്മുടെ ഒരു സ്കിൻ കെയർ ഓയിൽ ഉണ്ടല്ലോ, നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്കിൻ കെയർ ഓയിലാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഓയിലാണ് ഇത്. ഞാനിപ്പം നമ്മളുടെ സ്കിൻ കെയർ ഓയിലും അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ ഒരു ഓയിലും കൂടെ ഉണ്ട്, നമ്മുടെ കുങ്കുമാതി തൈലം അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സോപ്പാണ് നമ്മൾ ഇടുന്നത്. ഇതുണ്ട്, ഇതുപോലൊരു ബോട്ടിൽ നമുക്ക് കുങ്കുമാതി തൈലം എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇച്ചിരി വിലയുണ്ട്. അപ്പോൾ കുറച്ച് ഡ്രോപ്സ് നമുക്ക് ഇട്ടാൽ മതി. ഇതുണ്ട്, ഇതുപോലെ കുഞ്ഞ് ഡ്രോപ്സ് വേണം നമുക്ക്. അല്ലാണ്ട് ഇപ്പോൾ ഓയിൽ തന്നെയാണെങ്കിൽ ഇത് നമുക്കിതുപോലെ 1-2 ഡ്രോപ്പുകൾ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഞാൻ എൻ്റെ സ്കിൻ കെയർ ഓയിലും അതുപോലെ തന്നെ ഈ കുങ്കുമാതി തൈലവും കൂടെ മിക്സ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്, സ്കിന്നിലൊക്കെ നൈറ്റ് അപ്ലൈ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആ ഓയിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓയിൽ വേറെ ഇത് വേറെ ഉണ്ടെങ്കിൽ ഇങ്ങനെ 1-2 തുള്ളി, കുഞ്ഞു തുള്ളിയേ വീഴുള്ളൂ, അത് മതി. അത്രയും നമുക്ക് ഇതുപോലെ ഡ്രോപ്പാക്കി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് പിന്നെ വേണ്ടത് സ്മെല്ലാണ്. അപ്പോൾ സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഒരു ഏതോ ഒരു ഫ്രാഗ്രൻസ് കയ്യിൽ കിട്ടിയത് എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊരു കുറച്ച് ഇപ്പോൾ ഒരു 200 ഗ്രാമിന് ഒരു 2 ml അല്ലെങ്കിൽ 2.5 ml അത്രയൊക്കെ ഒഴിച്ചിട്ടുള്ളൂ. നല്ല സ്മെല്ലുണ്ട്. തുളസിയുടെ പോലത്തെ സ്മെല്ലാന്ന് തോന്നുന്നു ഒഴിച്ചത്. തുളസിയുടെ ഒരു സ്മെല്ലുണ്ട്, അതാണെന്ന് തോന്നുന്നു ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്.
അത് എനിക്കൊരു മോനും എനിക്ക് എൻ്റെ സ്കിന്നിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുന്നേ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് എന്തോ ഒരു ചുണങ്ങല്ല, വേറൊരു മാതിരി ഒരു വെള്ള പോലെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെയാണ് പറഞ്ഞത്, കുഞ്ഞിനുണ്ടായിരുന്നു ആദ്യമേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കാണ് കിട്ടിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സോപ്പാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഈ സോപ്പ് ഉണ്ടാക്കി തേച്ച് ഒരു മാസമായി തോന്നുന്നു, പക്ഷേ നല്ല റിസൾട്ടുണ്ട്, അടിപൊളി മാറ്റമുണ്ട്. സ്കിന്നിലുണ്ടായ ആ ഒരു ഫംഗസ് ആയിരുന്നു പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതെല്ലാം മാറി നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടോ, ഒരു മണിക്കൂറായപ്പോഴത്തേനും നമ്മുടെ സോപ്പ് സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയുണ്ട്, നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള ബേസാണ് കേട്ടോ. ബേസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ സാധനങ്ങളും കോസ്മെറ്റിക്സിനുണ്ട്, റോ മെറ്റീരിയൽസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഷാംപൂ ബേസ്, ഫ്രാഗ്രൻസ് എല്ലാം ഒരുപാട് ഫ്രാഗ്രൻസ് അവൈലബിൾ ഉണ്ട്. നമുക്ക് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ഓയിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്താണേലും നിങ്ങളൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി സോപ്പുകളൊക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ.